എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിന് മുന്നിലാണുള്ളത്. ഇന്നാണ് നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന മഹോത്സവം ആരംഭിക്കുന്നത്. അതിൻ്റെ ആരംഭം മാത്രമല്ല ഇന്ന് ഇവിടെ സവിശേഷമായിട്ടുള്ളത്. ഇവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തികൾ നടന്ന ഒരു ക്ഷേത്രമാണ്. ചെറിയ കാലത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിലും വലിയ സവിശേഷതയുണ്ട് ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിന്. ഇതിൽ ഗോപുരത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ആലും അരയാൽ തറയും വളരെ പവിത്രമാണ്. നമ്പ്യാത്രക്കോവിൽ ക്ഷേത്രത്തിലെ ആലും അതുപോലെ തന്നെ അരയാൽ തറയും അതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവൃത്തികളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആൽത്തറ അതുപോലെ തന്നെ അരയാൽ തറ ഇതൊക്കെ ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് അവരുടെ സമർപ്പണം എന്നുള്ള രീതിയിലാണ് ആൽത്തറയും അതുപോലെ തന്നെ അരയാൽ തറയും ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന്റെ സമർപ്പണം ഗോപുര നിർമ്മാണം അതിമനോഹരമായൊരു ഗോപുര നിർമ്മാണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ ഗോപുരത്തിന്റെ സമർപ്പണം നടത്തുന്നത് ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേടത്ത് തരണനല്ലൂർ ഉണ്ണി നമ്പൂതിരിപ്പാടാണ്. പയ്യന്നൂർ MLA TA മധുസൂദനൻ ചടങ്ങിൽ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ സഹകരിച്ചവരെ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ തലത്തിൽപ്പെട്ട ദേവസ്വത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത് എന്നതും കാണാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ചെറിയ കാലത്തിനുള്ളിൽ അഭൂതപൂർവമായ വളർച്ചയാണ് ഈ ക്ഷേത്രത്തിനുണ്ടായിട്ടുള്ളത്. അത് അവിടെ ഭക്തജനങ്ങളുടെ സാന്നിധ്യം വളരെ വലിയ രീതിയിലുണ്ട്. കാരണം തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ശിവക്ഷേത്രം എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു 5 വർഷത്തിനുള്ളിലാണ് ഇതിൻ്റെയൊക്കെ വലിയ നിർമ്മാണ പ്രവൃത്തി ഇവിടെ നടന്നിട്ടുള്ളത്. സമീപ സ്ഥലത്തുള്ള ക്ഷേത്രങ്ങളുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ ആഴവും പരപ്പും എത്രത്തോളമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിലെ ഇവിടുത്തെ ജനകീയ കമ്മിറ്റികൾ അതുപോലെ തന്നെ നാട്ടുകാരുടെയൊക്കെ സമ്പൂർണമായ പിന്തുണയും ആണ് ഇതിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് നിദാനം. ദേവസ്വം ബോർഡിന്റെ വലിയ രീതിയിലുള്ള സംഭാവനകളൊന്നും തന്നെ ഇത്തരം പ്രവർത്തികൾക്കില്ല. അവരാണ് ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന് മാത്രമാണുള്ളത്. ഈ ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹമുണ്ട്. ഈ കാഴ്ചകളാണ് പ്രേക്ഷകരുടെ മുന്നിൽ പച്ചവെളിച്ചം സമർപ്പിക്കുന്നത്. വളരെ മനോഹരമായ ഈ അരയാൽ തറയും അതുപോലെ തന്നെ ആൽത്തറയും ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിന് തിലകക്കുറി എന്നുള്ള രീതിയിൽ തന്നെ ഗോപുര നിർമ്മാണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശേഷങ്ങളും കാഴ്ചകളും പ്രേക്ഷകർക്ക് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലെ ചില കാഴ്ചകളിലേക്ക് പുതിയൊരു കൗണ്ടറിന്റെ ഉദ്ഘാടനം ഇന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ഒരു ചുറ്റും കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ശിവനാണ്. അതുപോലെ തന്നെ ഗണപതി ഉണ്ട് അകത്ത്. അതുപോലെ തന്നെ അയ്യപ്പനുണ്ട് പുറത്ത്. അങ്ങനെ വലിയ രീതിയിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ ശബരിമല മണ്ഡല അതുപോലെ തന്നെ മകരവിളക്ക് കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഭക്തജന സാന്നിധ്യം കെട്ടിനിറക്കാനും അതുപോലെ തന്നെ ഇവിടെ രാവിലെയും വൈകുന്നേരവും ഒക്കെ കുളിച്ച് തൊഴാൻ വേണ്ടി വരുന്ന വലിയൊരു സാഹചര്യമൊക്കെ ഇവിടെയുണ്ട്. വലിയ നടപ്പന്തൽ അതിമനോഹരമായ നടപ്പന്തൽ ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ മറ്റു ക്ഷേത്രങ്ങൾ പയ്യന്നൂർ അമ്പലം പോലുള്ള ക്ഷേത്രങ്ങൾ കാണേണ്ടുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഒരു ജനത മുഴുവൻ ഭക്തജനങ്ങളും അതുപോലെ തന്നെ ഒരു കമ്മിറ്റി മൊത്തത്തിൽ വേഗമനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ എത്രത്തോളം ഒരു ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാകും, വളർച്ച ഉണ്ടാകും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രം. അതുകൊണ്ട് തന്നെ
പിന്നെ പ്രതിഷ്ഠാ ദിനത്തിന്റെ അവസാന ദിനം എല്ലാ ഭക്തജനങ്ങൾക്ക് വിപുലമായ രീതിയിലുള്ള സദ്യകൾ ഇവിടെ പിന്നെ അന്നദാനം ഇവിടെ നടത്തുന്ന പതിവുണ്ട്. അതിനുവേണ്ടി തയ്യാറാക്കിയ ഇതാണ് കാണുന്നത്. ഇവിടെ ക്ഷേത്ര മാതൃസമിതി അതുപോലെ തന്നെ ക്ഷേത്രം ഒരു വലിയ ശക്തമായ ഒരു സാന്നിധ്യമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വലിയൊരു കൂട്ടായ്മയാണ് ഈ ക്ഷേത്രത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോഴുമുള്ള ഒരു വിമർശനം എന്നുള്ള രീതിയിൽ ഇവിടെ പിന്നെ ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പിന്നെ പ്രാർത്ഥനകൾക്ക് ക്രമാനുഗതമായ രീതിയിൽ ചാർജൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടെ വലിയൊരു ഏകദേശം 3 ലക്ഷത്തിലേറെ രൂപ ശമ്പളം ഇവിടെ പിന്നെ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത് എ ക്ലാസ് ക്ഷേത്രമാണ്. എ ക്ലാസ് ക്ഷേത്രമാകുന്നത് ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യം കൊണ്ടാണ് എന്നതും കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഏറ്റവും വേറൊരു പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് പച്ചവെളിച്ചത്തിന് ചൂണ്ടിക്കാട്ടാനുള്ളത് പിന്നെ ഇവിടെ പിന്നെ പ്രാർത്ഥനകൾക്കൊക്കെ വലിയ രീതിയിലുള്ള പിന്നെ കാശാണ് പിന്നെ ഫീസാണ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത് എന്നതും കാണാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടുത്തെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിന്നെ ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ ആഘോഷ കമ്മിറ്റിയും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നതും എടുത്തു പറയത്തക്കതായ കാര്യമാണ്. ദാമോദരേട്ടാ എന്നിട്ട് സ്ഥിരമായിട്ട് ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഇവിടുത്തെ പാചകരത്നമാണ് ദാമോദര പൊതുവാള് ലൈവാണ്. ഇവിടെ പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ അമ്പലത്തിലൊക്കെ വരുന്നുണ്ട്. ഭക്ഷണം തന്നെയാണല്ലേ കാലങ്ങളായിട്ട് ഭക്ഷണം തയ്യാറാക്കുന്നത്. എന്താണ് പറയാനുള്ളത് അമ്പലത്തെ കുറിച്ച്? അമ്പലം വളരെ പുരോഗതിയിലേക്ക് അമ്പലത്ര ശിവക്ഷേത്രം ഏറ്റവും നല്ല ശ്രദ്ധിക്കപ്പെടുന്ന അമ്പലമായി എല്ലാവരും വളരെയധികം കാണാൻ തന്നെ വളരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഭയങ്കര സംതൃപ്തി ആ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നു. വളരെ ഒരുപാട് നല്ല നിങ്ങൾ പല ക്ഷേത്രങ്ങളെ സന്ദർശിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ അപ്പോൾ എനിക്ക് മൊത്തം എടുത്താൽ അമ്പലത്ര ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് വളരെയധികം എന്താ പറയുക മാനസികമായിട്ട് ഭയങ്കര ഒരു എനർജി ഉണ്ട് അല്ലെ, ഒരു വലിയൊരു പോസിറ്റീവ് എനർജി തന്നെ പറഞ്ഞാൽ മുമ്പത്തെ അതേമാതിരി ഞാനൊരു 10-18 വർഷമായിട്ട് ഇവിടെ ഭക്ഷണമാക്കുന്ന ഒരാളാണ് സ്ഥിരമായി. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്, മനസ്സിന് തന്നെ വളരെയധികം തൃപ്തിയും സന്തോഷമുണ്ട്. അതാണ് പറയാനുള്ളത് അല്ലെ. ഇതാണ് ഭക്തജനങ്ങളുടെ മൊത്തം പൊതുവെയുള്ള അഭിപ്രായം. ഇതാണ് എന്നിട്ട് അമ്പലത്തിലെ സിനിമയ്ക്ക് വരലുണ്ടാ? വരലുണ്ടല്ലേ? നമുക്ക് ഇവിടുത്തെ രജിഷേ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ അല്ലേ? കൺവീനർ. എന്താണ് ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കത്തെ കുറിച്ച് പറയാനുള്ളത് രജീഷിന്? പയ്യന്നൂർ ശ്രീ നമ്പ്യാത്ര ശിവക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഈ വർഷം വളരെ നല്ല രീതിയിൽ കൊണ്ടാടുകയാണ്. അതിനു പുറമെ ഇന്ന് രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിൻ്റെ തന്ത്രി ശ്രീ തെക്കനടുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നമ്മുടെ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഗോപുര സമർപ്പണവും അതുപോലെ പുതുതായി നിർമ്മിച്ച അരയാൽത്തറ, ആൽത്തറ എന്നിവയുടെയും തിരുമുറ്റ കരിങ്കൽപ്പാകലിൻ്റെയും സമർപ്പണം നടക്കുന്നതാണ്. ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഈ വർഷം ഉണ്ടാക്കിയ നവീകരണ കമ്മിറ്റിയും പ്രതിഷ്ഠാപന മഹോത്സവ കമ്മിറ്റിയും ഉണ്ടാക്കിയ ഈ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സമർപ്പണമാണ്. അതോടൊപ്പം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പയ്യന്നൂർ സി കാപ്പാട്ടുകഴകം കേന്ദ്രീകരിച്ച് നടക്കുന്ന വിളംബര ഘോഷയാത്ര മുത്തുക്കുടകളുടെയും ബാലികമാരുടെ താലപ്പൊലിയും അതുപോലെ കേരള വേഷമണിഞ്ഞ സ്ത്രീകളുടെയും മറ്റു വിപുലമായ ഒരു ഘോഷയാത്ര നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം നമ്മുടെ ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കലാപരിപാടികൾ ക്ഷേത്രത്തിൽ അരങ്ങേറും. അതുപോലെ ജനുവരി 26-ന് 13ഓളം ടീമുകൾ മാറ്റിവെക്കുന്ന തിരുവാതിര മഹോത്സവം നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ ജനുവരി 27 ഉച്ചയ്ക്ക് 12 മണിക്ക് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദമൂട്ട് നമ്മുടെ സംഘാടക സമിതി ഒരുക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഈ ഉത്സവവുമായി സഹകരിക്കണമെന്നാണ് ഈ വേളയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം പിന്നെ ഉണ്ടല്ലോ, പ്രസാദൂട്ടിൻ്റെ കാര്യങ്ങൾ നമ്മളൊക്കെ പിന്നെ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിന് പിന്നെ പച്ചക്കറിയൊക്കെ കൃത്യമായി കഴുകി വെള്ളം ഒക്കെ പരിശോധിച്ചിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട്, കാരണം പല സ്ഥലത്തും അന്നദാനവുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ.
അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുമല്ലോ. തീർച്ചയായും എന്തായാലും പച്ച വെളിച്ചം ഇത് സൂചിപ്പിച്ച മാതിരി നമ്മൾ അതിന്റെ ശക്തമായ ഒരു ഇടപെടൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നമുക്ക് ശക്തമായ ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടാണ് ഭക്ഷണം ക്രമീകരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കമ്മിറ്റി പഴുതടച്ച് കമ്മിറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കും. എല്ലാം ഭഗവാന്റെ കാരുണ്യത്താൽ എല്ലാം നല്ലതായി തീരുമെന്നാണ്. ഒരു കാര്യം, ഞാൻ ഇവിടുത്തെ പ്രദേശവാസിയാണ്. ഈ ക്ഷേത്രവുമായിട്ട് എനിക്ക് വളരെ ചെറിയ കാലം മുതൽ ബന്ധമുണ്ടെന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ചെറിയ കാലം കൊണ്ട് വലിയ നിർമ്മാണ പ്രവർത്തികൾ, നടപ്പന്തല്, അതുപോലെ തന്നെ ചുറ്റും കരിങ്കൽ പാകുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഗോപുരം, അതുപോലെ തന്നെ അരയാൽ ആൽത്തറ നിർമ്മാണം, അങ്ങനെ വലിയ നിർമ്മാണ പ്രവൃത്തിയാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ യഥാർത്ഥ കാരണം നിങ്ങളുടെ എല്ലാവരുടെയും കെട്ടുറപ്പും അത് എന്താണ്? അതുമായി ബന്ധപ്പെട്ട് പറയാം. കമ്മിറ്റിയുടെ ഒരു കെട്ടുറപ്പാണ് ഇത്രയും നല്ല നവീകരണ പ്രവർത്തനങ്ങൾ. കാരണം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളും അതോടൊപ്പം നല്ലവരായ നാട്ടുകാരും എല്ലാവരും സഹകരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന എല്ലാ നവീകരണ പ്രവർത്തനങ്ങളും. ഇത് മുന്നേ ഇപ്പോൾ സൂചിപ്പിച്ചതുമാതിരി ഇതിന്റെ മുൻകാലത്ത് ഇതിന് കമ്മിറ്റിയെ നയിച്ച മണവാർ മോഹനേട്ടന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, അതുപോലെ ഇന്നിപ്പം ഈ കാണുന്ന നിലയിൽ നമ്മളൊപ്പം സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന എസ് മുരളീധരനായി അദ്ദേഹം ഈ അമ്പലത്തിൽ ഇപ്പോൾ പ്രവർത്തനം നടത്തുമ്പോൾ അദ്ദേഹം രാവും പകലും ഇല്ലാതെ ഇതിന് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള ആളുകൾ നമ്മോടൊപ്പം നിന്ന് നല്ല രീതിയിൽ നമ്മളതിൻ്റെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രവർത്തനത്തിനും നല്ല രീതിയിൽ കാണുന്ന ഈ പ്രവർത്തനം. കൂട്ടായ്മയുണ്ട് എല്ലാവരുടെയും, അല്ല മാതൃസമിതിയുടെ. അതുപോലെ മാതൃസമിതി ആയാലും ഇവിടുത്തെ മാതൃസമിതി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ മാതൃസമിതി ശക്തമായ പ്രവർത്തനമാണ് ഇവിടുത്തെ മാതൃസമിതി കാഴ്ചവെക്കുന്നത്. മാതൃസമിതിയുടെയൊക്കെ നവീകരണത്തിന് മാതൃസമിതിയുടെയും അകവഴിഞ്ഞ സഹകരണമുണ്ട്. അതുപോലെ ഇവിടുത്തെ ക്ഷേത്രത്തിന് ജനറൽ കമ്മിറ്റി ആയാലും എല്ലാവരും നല്ലൊരു ഒത്തൊരുമയുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ കൂട്ടായ്മയുടെ വിജയമാണ് ഇന്ന് കാണുന്ന നിലയിൽ നവീകരണ പ്രവർത്തനമായാലും പ്രതിഷ്ഠാപന മഹോത്സവത്തിന്റെ ഭാഗമായാലും കാണുന്നത്. അതാണ് പറയാനുള്ളത്. അല്ലേ, ആയിക്കോട്ടെ. ചില കാര്യങ്ങൾ വച്ചുപിടിച്ചതിനോട് ചൂണ്ടിക്കാണിക്കാനുണ്ട് ഇവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ വലിയ പുരോഗതി, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള പുരോഗതി ഉണ്ടെങ്കിൽ പോലും ഇവിടെ വരുന്ന ഇടുങ്ങിയ റോഡാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് സൗകര്യത്തിന് വലിയ ഒരു പോരായ്മ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. എന്താണ് നമ്മുടെ ഇതിന്റെ ലൈവാണ് ഇത്, ട്രസ്റ്റ് ബോർഡ് ചെയർമാനാണ്. എന്താണ് നിങ്ങളെ എന്താണ് പറയാനുള്ളത്? സന്തോഷം തന്നെ അല്ലേ? സന്തോഷം. ക്ഷേത്ര ഉത്സവം ഇന്നിപ്പോൾ തുടങ്ങുകയാണ്. 11 മണിക്ക് നമ്മളെ തന്ത്രി വര്യൻ കർണല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഈ ക്ഷേത്രത്തിൻ്റെ പുതിയ നിർമ്മിച്ച ഗോപുരം, അതുപോലെ 2 ആൽത്തറകളും ക്ഷേത്രമുറ്റം കരിങ്കല്ല് വാങ്ങി മനോഹരമാക്കിയ അതുപോലെയുള്ള പുതിയൊരു വഴിപാട് കൗണ്ടർ എന്നിവയുടെയെല്ലാം ഉദ്ഘാടനം അല്ലെങ്കിൽ സമർപ്പണ ചടങ്ങ് നമ്മുടെ MLA ശ്രീ TI മധുസൂദൻ അവരുടെ മഹനീയ സാന്നിധ്യത്തിൽ വെച്ച് നടക്കും. 11 മണിക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 11 മണിക്ക് ഉദ്ഘാടനം നടക്കും അല്ലേ? 11 മണിക്ക് ഉദ്ഘാടനം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ആയിക്കോട്ടെ. ഇവിടെ മുരളീധരനായി കൊടുത്തു. അയാളോട് ഹലോ സാർ, ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതിന് നെടുനായകത്വം വഹിക്കുന്ന മുരളീധര ഷണായിയെ കുറിച്ചിട്ട് ഇവിടുന്ന് രജീഷ് കണ്ണോത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണം ലൈവാണ്. മൊത്തത്തിൽ എന്താണ് മുരളീധര ഷണായിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി വളരെ ചടുലമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് കാണാതിരിക്കുന്നില്ല. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ നിർമ്മാണ പ്രവൃത്തിയാണ് നടന്നിട്ടുള്ളത്. ക്ഷേത്രത്തിന് വലിയ ഭക്തജന സാന്നിധ്യമുണ്ട്, നല്ല പോസിറ്റീവ് എനർജി ഉണ്ട്. അതുപോലെ തന്നെ ആളുകളൊക്കെ നല്ല അഭിപ്രായം പറയുന്നു. ശനിയാഴ്ചകളിലും അതുപോലെ തന്നെ തിങ്കളാഴ്ച വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് ക്ഷേത്രത്തിലുള്ളത്. അങ്ങനെ ഗംഭീരമാണ് നമ്പ്യാത്രക്കോലി ശിവക്ഷേത്രം എന്നുള്ള രീതിയിലുള്ള അത് വലിയ പ്രദേശവാസി എന്നുള്ള രീതിയിൽ വലിയ സന്തോഷമുണ്ട് എനിക്കൊക്കെ. എന്താണ് മുരളീധര ഷണായിക്ക് പറയാനുള്ളത്? നിങ്ങൾ അതേ അഭിപ്രായം തന്നെയാണ് എൻ്റേത്. കാരണം ഞങ്ങൾ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുന്ന സമയത്ത് തന്നെ ഉള്ള മാറ്റങ്ങൾ, ചടുലമായ മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഗോപുര നിർമ്മാണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ 0 ബാലൻസ് വെച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഏകദേശം ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് തന്നെ 3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റി. അതെങ്ങനെ ആയതെന്ന് ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ടൊന്ന് മാത്രമാണ്. അത്രയും ബാഹ്യ ലെവലിൽ ഒരുപാട് ഫണ്ടുകൾ വന്നിട്ടുണ്ട്. ഇവിടുന്ന് എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ സഹകരണം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇത് പൂർത്തീകരിക്കാൻ പെട്ടെന്ന് സാധിച്ചത്. എന്ത് തീരുമാനിച്ചാലും അത് നടപ്പിലാക്കാനുള്ള ഭക്തജനങ്ങളുടെ വലിയ നിർലോഭമായ സഹായ സഹകരണങ്ങള് സാമ്പത്തികമായിട്ട് എല്ലാം അല്ലേ? എല്ലാം തീർച്ചയായിട്ടും അല്ലേ?
ഇനി ചില കാര്യങ്ങൾ കാരണം വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പരിമിതിയായിട്ട് നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് പറഞ്ഞാൽ ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യത്തിന്റെ അപര്യാപ്തതയാണ്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പണ്ടെല്ലാം എടുക്കണം എന്നൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടെ പല കമ്മിറ്റികളിലും വന്നിട്ട് ഞാനൊക്കെ പറഞ്ഞിരുന്നു. അന്നേരം അവരാരും ചെവി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇപ്പൊ അതാണ് ഏറ്റവും വലിയ വിഷം. വലിയ ജനങ്ങൾ അന്നേരം ക്ഷേത്രത്തിൽ വലിയ ജനങ്ങളിൽ എത്തുന്നില്ല, ഇപ്പം വലിയ രീതിയിൽ ജനങ്ങൾ എത്തുന്നു. അവർ പലരും വാഹനങ്ങളിലാണ് വരുന്നത്. അവർക്ക് വാഹനം പാർക്ക് ചെയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്താണ് അടുത്ത മാർഗം? അടുത്ത പ്രോജക്റ്റ് ഞങ്ങൾ ഒരു പാചകശാലേന്റെ ഐഡിയ ആണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ തൊട്ട് തന്നെ ഇതിന്റെ ഒരു പരിപാടി തീർക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. ഒരു സ്ഥലം എടുക്കേണ്ട പരിപാടിയുണ്ട്. അതിന്റെ പ്രോജക്റ്റും അതിനെങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ആലോചനയിൽ വളരെ വളരെ തീക്ഷ്ണമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ നടത്തിക്കാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ആയിക്കോട്ടെ, സന്തോഷം. താങ്ക് യു. ഇതാണ് പറയാനുള്ളത്. ഇന്ന് പറയാനുണ്ട് ആ ക്ഷേത്രത്തെ കുറിച്ചിട്ട്. ലൈവാണ്. നല്ല സന്തോഷമുണ്ട്. അതെ, നിങ്ങൾ സ്ഥിരമായിട്ട് വരലുണ്ടോ ക്ഷേത്രത്തിൽ? ഉണ്ടല്ലേ, നല്ല സന്തോഷം അല്ലേ? ക്ഷേത്രത്തിൽ നല്ലൊരു ഐശ്വര്യം അല്ലേ? ആൾക്കാർ ഇവിടെ വലിയ സാന്നിധ്യം ഉണ്ട് അല്ലേ? എന്താണ് പറയാനുള്ളത്? ക്ഷേത്രത്തെ കുറിച്ച് എന്താണ് ഉണ്ണിയേട്ടന് പറയാനുള്ളത്? ലൈവാണ്. നമ്മുടെ ശിവക്ഷേത്രം പുരോഗതി നല്ലതായി, എല്ലാം വൃത്തിയായി ഭംഗിയായി നല്ല എല്ലാം നടന്നു. അതിന് ഭഗവാന്റെ കടാക്ഷം ഉണ്ടാവട്ടെ. പിന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം വഹിച്ച ആളല്ലേ? അല്ലേ? വലിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തി ഇവിടെ നടന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാം അതിന്റെ സമർപ്പണമാണെന്ന്. അതെ അല്ലേ, സന്തോഷം തന്നെ അല്ലേ? ആയിക്കോട്ടെ. വലട്ടാ നിങ്ങൾ പറയാനുണ്ടേ? ലൈവാണ്. എന്താന്ന് നമുക്കൊന്നും പറയാനില്ല. നമ്മൾ അമ്പലത്തിന്റെ ഇപ്പോഴത്തെ ഈ വളർച്ചയ്ക്ക് നല്ലവരായ എല്ലാവരും ഇതിൽ കരുണ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ഇന്നും നമ്മളുടെ ഭാവി പരിപാടികൾ ഇവിടെ നടക്കാൻ ഇനിയുണ്ട്. നടക്കാനുള്ളതിൽ നമ്മളെ അഹർശാല അടുത്ത ഒരു സ്ഥലം എടുക്കണം എന്നുള്ള ആ മോഹം നമ്മളെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി എല്ലാവരും നല്ലോണം സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾ മനസ്സിലുണ്ട്. ജനങ്ങൾ ഭക്തജനങ്ങൾ വലിയ രീതിയിൽ സഹകരിച്ചിട്ടുണ്ടല്ലോ, അല്ലെ? നിർമ്മാണം ചെയ്യുന്നുണ്ട്. അവരുടെ ഭക്തജനങ്ങളുടെ കഴിവാണ് ഇത്. ഒരു പച്ച പൈസ പോലും ബാക്കി ഒരാളിൽ നിന്നും സർക്കാരിൽ നിന്നും കിട്ടാതെ കണ്ടാന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ട് മുമ്പോട്ടുള്ള ഈ ഇതിലും എല്ലാ ഭക്തജനങ്ങളും അകമഴിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ആ പ്രവൃത്തിയിലേക്ക് കൂടി നടക്കാൻ വേണ്ടി. ആയിക്കോട്ടെ. ബാലാട്ടനൊക്കെ വളരെ ഊർജ്ജസ്വലമായിട്ട് ഇതിനെ നേതൃത്വം വഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ ചോദ്യം. മാതൃസമിതി എന്താണ്? മാതൃസമിതി എന്താന്ന് പറയാനുള്ളത്? ലൈവാണ്. എന്താണ് മാതൃസമിതിയുടെ ചടുലമായ നേതൃത്വം ഉണ്ട്. എന്റെ നേതാക്കളോടത്തു അമൃതവല്ലി അതുപോലെ തന്നെ രേഖനൊന്നും കാണുന്നില്ലല്ലോ. അവരെത്തിയില്ല. എന്താ പറയാനുള്ളത്? പറഞ്ഞോ. എന്താണ് ക്ഷേത്രത്തെ കുറിച്ച് പറയാനുള്ളത്? പറ. നല്ല അഭിപ്രായം. നിങ്ങളുടെ പ്രവർത്തനം ഉണ്ട് അല്ലെ? ഉഷാറായിട്ടല്ലേ ഇവിടുത്തെ അതെ, വനിതാ കമ്മിറ്റി കട്ടക്കാണ്. പുരുഷന്മാരെക്കാളും വളരെ സജീവമായിട്ട് അല്ലെ? ഇത് മുരളീധര ഷണായിയുടെ ഭാര്യയാണ് അല്ലെ? അതല്ല പറയാനുള്ളത്? വേറെ പറയാനില്ല. അല്ല ഭഗവാൻ. ആയിക്കോട്ടെ. അതെ അതെന്നാ പറയാനുള്ളത്. ഓക്കെ, ഇതാണ് പറയാനുള്ളത്. മൊത്തത്തിൽ ക്ഷേത്രത്തിന്റെ ഒരു ഐശ്വര്യത്തെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. വലിയ രീതിയിലുള്ള ജനകീയ സാന്നിധ്യമുണ്ട്. എന്നിട്ട് സുഖനല്ലേ? നമ്മുടെ സുഹൃത്തല്ലേ? അന്ന് പാട്ടാൽ പാടി ഗംഭീരാക്കിട്ടേ. ആയിക്കോട്ടെ. പാട്ടോടല്ല. ആയിക്കോട്ടെ. ഇനി നമുക്കൊന്ന് പാടണം കേട്ടോ. പിന്നെ ഇപ്പം പാടുന്ന പിന്നെ പാടാം അല്ലേ? പിന്നെ പാടാം. ലൈവാണ്. പിന്നെ പാടാം. ആയിക്കോട്ടെ. ഓക്കെ. എന്നാ സംഭവം എന്ന് വെച്ചാൽ അന്ന് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ ഹരിവരാസനം ചൊല്ലുന്ന സമയത്ത് അതിന്റെ കൂടെ പാടുന്ന ആളുടെ കൂടെ പാടിയ ഒരു കുട്ടിയാണ് ഈ കുട്ടി. അത് വലിയ രീതിയിൽ വൈറലായിരുന്നു. അങ്ങനെ അവന്റെ ഒരു സാന്നിധ്യം സന്തോഷമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതാണ് പറയാനുള്ളത്. രാജാട്ടാ, എന്താണ് പറയാനുള്ളത്? പറ. നിങ്ങൾ ആദ്യം മുതലേ കമ്മിറ്റിയുടെ ആളാണല്ലോ. ഒരുപാട് കാലം പിന്നെ ക്ഷേത്രം വലിയ വികസനക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ പിന്നെ ആ സമയത്ത് മുതൽ നമ്മളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇതിന്റെ ആളായിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത് ക്ഷേത്രത്തെ കുറിച്ചിട്ട്, പുതിയ വളർച്ചയെ കുറിച്ച്? സന്തോഷം തോന്നുന്നൊരു മുഹൂർത്തമാണ്. പിൽക്കാലത്ത് പിന്നെ വേണ്ടത്ര പരിരക്ഷ ഇല്ലാത്ത സമയത്ത് നിങ്ങളോട് ഒന്നിച്ചിട്ട് എല്ലാം പ്രവർത്തിച്ച് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അത് ഈ രീതിയിൽ പരിപോഷിപ്പിച്ചെടുക്കുന്നതിൽ നാട്ടുകാരുടെ പുരോഗമനമായ സഹകരണവും ഇതിൽ പ്രവർത്തിക്കുന്നവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമായിട്ടും ഇന്ന് ഈ കാണുന്ന ഒരു ഉയർന്ന പശ്ചാത്തല സൗകര്യത്തിലേക്ക് ക്ഷേത്രം എത്തിച്ചേർന്നിട്ടുണ്ട്. അതിലുള്ള സന്തോഷം വലിയ സന്തോഷം. ആയിക്കോട്ടെ. ഒന്നുണ്ട് പറയാം. അല്ലേ? അതെ ഭഗവാന്റെ കടാക്ഷമുണ്ട്. അതന്നല്ലേ വേണ്ടത്. അതെ സന്തോഷം.
അല്ല, ഭക്തജനം കൂടെ വലിയ സാന്നിധ്യമാണ്, സംഭാവനയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതാണ് പറയാനുള്ളത്. അധികം ലൈവ് നീട്ടുന്നില്ല. 11 മണിക്ക് പിന്നെ തന്ത്രീശ്വരൻ ഇവിടെ എത്തും. അതിനുശേഷം ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം ഇവിടെ അത് നിർവഹിക്കും. ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ക്ഷേത്രത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷേത്രത്തിലെ പിന്നെ അതിന്റെ അർച്ചനക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, അതിന്റെ ഓഫീസ് സ്റ്റാഫുകൾ, അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡ്, അതുപോലെ തന്നെ കമ്മിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇവിടുത്തെ സ്റ്റാഫാണ്. എന്താണ് ക്ഷേത്രത്തിൽ ലൈവാണ്, എന്താണ് പറയാനുള്ളത് ക്ഷേത്രത്തെ കുറിച്ച്? ഒരു ഉത്സവം വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവം. അപ്പോൾ 24-ാം തീയതി മുതൽ 27-ാം തീയതി വരെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളോട് കൂടിയിട്ട് ഉത്സവം ആഘോഷിക്കുകയാണ്. നാട്ടുകാരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ രാജീവേട്ടനും ഈ ക്ഷേത്രത്തിലെ സജീവമായിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിനോട് പ്രത്യേക താല്പര്യം നമുക്കറിയാം. അതുകൊണ്ട് എല്ലാ പരിപാടിയും പുറം ലോകത്തിന് അറിയിച്ചുകൊണ്ട്, പുറത്തുള്ളവരെ അറിയിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഈ വീഡിയോ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹം. അല്ല, നമ്മുടെ സ്വന്തം ക്ഷേത്രമല്ലേ, അതുകൊണ്ട് സന്തോഷം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. എന്താ പറയാനുള്ളത്? എന്താ പറയാ, പഴയ ട്രസ്റ്റിയുടെ ചെയർമാൻ എന്താ പറയാനുള്ളത് ക്ഷേത്രത്തെ കുറിച്ച്? നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രം വളരെയേറെ ദൈനംദിനം വളരെ വളർച്ചയുടെ പാതയിലാണ്. വളരെയേറെ മരാമത്തുകളും എല്ലാം തന്നെ നടന്ന് ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ മാതിരിയായി കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഇതിൻ്റെ സാരഥികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നുള്ള അഭിപ്രായം. ഇനിയും ഏറെ ഈ ക്ഷേത്ര പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതാണ് ഇതിന്റെ മുഴുവൻ ഇതിന്റെ ഒരു കാര്യം പച്ചവെളിച്ചത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം, ഗോപുരം, അതുപോലെ തന്നെ നടപ്പന്തൽ തുടങ്ങിയതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ട് വാദഗതികൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മലബാർ മോഹനാട്ടൻ. മലബാർ പ്രസിന്റെ ഒക്കെ മോഹനാട്ടൻ. ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അകാലപരമായ വിയോഗം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ വലിയൊരു പ്രവർത്തനം, അതുപോലെ തന്നെ ഇച്ഛാശക്തിയോടുള്ള അതിന്റെ നേതൃത്വപരമായ പ്രവർത്തനം, അദ്ദേഹമൊക്കെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു, ചന്ദ്രമോഹൻ എന്ന് പറയുന്ന മലബാർ മോഹനാട്ടിന് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ ക്ഷേത്രത്തിലെ നടപ്പന്തൽ, ഗോപുര നിർമ്മാണം എന്നതൊക്കെ. അതിൻ്റെയൊക്കെ പൂർത്തീകരണ സമയത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നത് വളരെ വേദനയോടുകൂടിയാണ് പച്ചവെളിച്ചത്തെ പോലുള്ള ആളുകൾക്ക് കാണുന്നത്, ഭക്തജനങ്ങൾ കാണുന്നത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ക്ഷേത്രത്തെ കുറിച്ചിട്ട്? ഭംഗിയായി നടക്കുന്നുണ്ട്. സന്തോഷം. എല്ലാവരും അതാണ് ഇത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പലപ്പോഴും മാതൃസമിതിയുടെ ലൈവാണ്. മാതൃസമിതിയുടെ നേതാവ് എന്താണ് പറയാനുള്ളത് അമൃതവല്ലിക്ക് ക്ഷേത്രത്തെ കുറിച്ചിട്ട്? ലൈവാണ്. നല്ല അഭിപ്രായമാണ്. അഭിപ്രായം പറയില്ലല്ലോ നിങ്ങളെ പ്രവർത്തനം. നമ്മളെ പ്രവർത്തനം കൊണ്ടും നമ്മളെ പുരുഷ വളണ്ടിയർമാരും എല്ലാവരും കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അമ്പലത്തിന്റെ ഒരു പ്രൗഢി എടുത്ത് കാണിക്കുന്നത്. അല്ല, നമ്മളെപ്പോഴും ആളുകൾ നോക്കിക്കാണുന്ന പുരുഷന്മാരെക്കാൾ ഒരു പടി മുന്നിലാണ് മാതൃസമിതി. മാതൃസമിതിന്റെ പിന്നെ മോശമല്ലാത്ത രീതിയിൽ അവരെ കഴിവിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു വരുന്നുണ്ട്. തെരുവിനായാലും പണിയിലായാലും എല്ലാവരും മാതൃസമിതി മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലേ, അത് സന്തോഷമുണ്ട് അല്ലേ? ആയിക്കോട്ടെ, ഇതാണ് പറയാനുള്ളത് മൊത്തത്തില്. പിന്നെ അധികം ലൈവ് അതിൽ നമുക്ക് ലൈവൊക്കെ നമുക്ക് അധിക സമയം നീട്ടുന്നില്ല. അത് വലിയ സന്തോഷം തന്നെയാണ്. എന്തായാലും നമുക്കിവിടെ ഉള്ളത്. ഇതിന്റെ 11 മണിക്ക് ഇതിന്റെ ഉദ്ഘാടനം ലൈവായി ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ലൈവായി ചെയ്യും. പച്ച വെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.